നമ്മുടെ സുനിൽസ്വാമിയുടെ അകത്ത് 2 അട്ട കയറിയിട്ടുണ്ട് കേട്ടോ. അതേണ്ടതുണ്ടോ? ആ അടിച്ചോ അവനെ പറപ്പിക്കും. അതിനൊന്ന് കുടഞ്ഞേര്. ഇനി തട്ടിയാൽ മതി. തട്ടിയാൽ കാണാതെ തട്ടി എൻ്റെ കാലയിലുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ തന്നെ വരും. അത് പറയാനില്ല. കയറും തോറും ആ സാധനം നമ്മുടെ കാലിൽ കയറിക്കൊണ്ടേയിരിക്കും. അതായിട്ട് കാര്യമില്ല. അതിനെ കോടയൊക്കെ അടിച്ച് കോട മഞ്ഞിലൊക്കെ കുളിച്ച് നിൽക്കുക കേട്ടോ. ഈ കോടയിലൂടെ കയറി വരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്ര ക്ഷീണിക്കുന്നില്ലേ? അതെ. പെരിയാർ ടൈഗർ റിസർവ് കേന്ദ്രമാണിത്. ടൈഗർ റിസർവാണിത്. ഇവിടെ എന്തായാലും കടുവയുണ്ട്. അങ്ങനെ കാണാൻ മാർഗമില്ല. കണ്ടാൽ പിന്നെ നമ്മൾ വീഡിയോ ഇല്ല. അതെ, വരാതിരിക്കട്ടെ. യാത്ര സുഖകരമായിട്ട് അങ്ങനെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നപ്പം തങ്ങിയൊരു സ്ഥലം തട്ടിയതാണ് കേട്ടോ. ഇവിടെയാണ് തങ്ങിയത്. നൈറ്റ് ആലപ്പുഴ നിന്നുള്ള 2 ചേട്ടന്മാരുണ്ട് കേട്ടോ. അവരുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ച് ഇനി യാത്ര. അപ്പോൾ പോയേക്കാം. പോയേക്കാം. അപ്പോൾ ഇനി നേരെ കരിമല കയറ്റം. രാവിലെ ഭയങ്കരമായ കയറ്റം. കാലിലൊക്കെ വേനുണ്ടല്ലേ? മസിലിന് വേനുണ്ടല്ലേ? മാറിയില്ലേ? ഇപ്പം മാറിയില്ലേ? ചൂടാവുന്നതോറും മാറുമായിരിക്കും. അപ്പോൾ അതാണ് വിശേഷം. എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉറങ്ങിപ്പോയി. ഇവരാരും ഫുഡ് കഴിച്ചില്ല. ഞാൻ തന്നെ ഇവരൊക്കെ വിളിച്ചപ്പോൾ ഉണർന്നില്ല. ഞാൻ രാത്രി പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫ്രണ്ട്സാമി കഴിച്ചിട്ടില്ല. ഞാൻ രാത്രി പോയി കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് കിടന്നത്. അതുകൊണ്ട് എനിക്ക് ക്ഷീണമൊന്നുമില്ല. രാവിലെ നല്ല രീതിയിൽ എണീക്കാൻ പറ്റി. പിന്നെന്താ, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര പേടി. കാട്ടിലാ ഉള്ളിലാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ കടയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വകയായിട്ടുള്ള അവർ നോക്കുന്ന കൺട്രോൾ ചെയ്യുന്ന ഹോട്ടൽസും കാര്യങ്ങളല്ല. ഹോട്ടലില്ല, താവളമാണ്, കേന്ദ്രം. നമുക്ക് കിടക്കുന്നതിന് 50 രൂപ ചാർജ് കേട്ടോ. ഭക്ഷണത്തിന് ഒരു പൊറോട്ടയ്ക്ക് 25 രൂപ. നെയ് റോസ്റ്റിന് ഫുഡിന്റെ കാര്യം പറയണം. ഫുഡ് 75 രൂപ. ഫുഡ് വരുമ്പോൾ 70 രൂപ. അങ്ങനെ ചാർജ് അവർക്ക് എക്സ്പെൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മലകൾ കയറി ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരുന്നത്. അതിൻ്റെ ചാർജും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി പോകേണ്ട സ്ഥലം ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇനി പോകേണ്ട സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ കുത്തനോട് ഇറക്കത്തിലേക്കാണ് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം 7 ആകുമ്പം ഇവിടുത്തെ ഗേറ്റ് തുറക്കും, ചെക്ക് പോസ്റ്റ് തുറക്കും. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കരമായൊരു മല കയറാൻ പോകും. ഇപ്പം എങ്ങനെയാലും കയറി നേരെ പമ്പയിലെത്തണം. അത് അതിൻ്റെ ഒരു പാട്ടുണ്ട്, ഏറ്റവും കഠിനം. അപ്പം ആ മലയാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അതെ, ആ മല കയറാൻ പോണേ. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ വരും. അതെ, പോകുന്ന വഴിക്ക് ഇനി ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, ഈ കാണുന്ന 6 മുറിച്ച് കടന്നാണ് നമ്മൾ ഇനിയുള്ള മല കയറാൻ പോണത്. ഇവിടെയൊക്കെ ആൾക്കാരൊന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. ഫീല് കേട്ടോ. അതെ അതെ, നല്ല തണുത്തോളാം. അങ്ങനെ നമ്മളിത് 6 മുറിച്ച് കടന്ന് ഇപ്പുറം വന്നു കേട്ടോ. ഇതൊക്കെ വെള്ളം പോകുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടം വരെ വന്നിട്ടാണ് തിരിച്ചു പോയത്. സമയമൊക്കെ നടന്നു വരുന്നു. എല്ലാവരും ഒരുപോലെ കയറാൻ വേണ്ടിയാണ്. ഇതിൽ എനർജി ഉള്ളവർ നേരത്തെ കയറിപ്പോവും. എനർജി ഇല്ലാത്തവർ വീണ്ടും പഴയ പോലെ പതിയെ ആവും. കയറാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും എനർജി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള എനർജിയെക്കുറിച്ച് ഇനി പറയേണ്ടി വരും. ഇപ്പം തന്നെ കാല് ഇന്നലെ നടന്നതിൻ്റെ വേദനയുണ്ട് കേട്ടോ. ഇന്നലെ രാവിലെ 6 മണി തൊട്ട് നടക്കാൻ തുടങ്ങിയതാണ്. 6 മണി നടക്കാൻ തുടങ്ങി, 4 മണിക്കാണ് നടത്തം നിർത്തിയത്.
നമ്മളിതേ കാട്ടിലേക്ക് വീണ്ടും കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേര് ടീമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താ പറയുക, ഈ സമയത്ത് 7:30 സമയം. കാട്ടിനകത്ത് ഇരുട്ട് തന്നെ, അതുകൊണ്ട് അവർ നേരത്തെ കയറ്റി വിടാത്ത. ഇതുവഴിയൊക്കെ ആനകളും വന്യമൃഗങ്ങളൊക്കെ അതെ, അവർ ഭക്ഷണത്തിന് ഇറങ്ങുന്നതായിരിക്കും. അടുത്ത കാട്ടിലേക്കുള്ള വഴി കേട്ടോ. കൊടുങ്കാടാ ഇനി അങ്ങോട്ട്. ആന ഒളിച്ചിരുന്നാ പോലും അറിയത്തില്ല. ആ ആണല്ലേ. ആന എവിടെയും ഷോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കയറ്റി വിടത്തില്ല. ആ അതെ, പെരുന്നാൾ വഴിക്ക് എല്ലാം ഫോറസ്റ്റുകാർ നിൽപ്പുണ്ട്. അവർ ക്ലിയർ ചെയ്യും, വഴി ക്ലിയർ ചെയ്തിട്ടേ കയറ്റി വിടുള്ളൂ. എവിടെയെങ്കിലും ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെ ഓടിച്ചിട്ടൊക്കെ അല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്കുള്ള സംഗതികളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അത്ര വെയിറ്റ് കൂടി. ഞാനെന്താ ആലോചിക്കുന്നത്, എന്ത് ബാഗിനകത്ത് വെയിറ്റ് കൂടിയെന്ന്. അതെ, 50 രൂപ. രാവിലെ ആയപ്പോൾ 50 രൂപയായി. അതെ, ആ 100 രൂപ മേടിക്കാനാണോ? നമ്മൾ കടന്നത് വൃത്തി. അതെ, സർവീസ് നമ്പർ 8-ലല്ലേ നമ്മൾ കിടന്നത്? 10 ആ 10-ലാ. 11 അതെ, കാട്ടിലെ റേഞ്ചോ? അല്ല, ഞങ്ങളെ വേറൊരു ടീമിൽ നിന്ന് അല്ല പമ്പ വഴി വരുന്നുണ്ട്. ഇന്നലെ അവിടെ നിന്ന് വൈകിട്ട് കയറി. തിരക്കുണ്ടാവില്ലയോന്ന് അറിയാം. നമുക്ക് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല കാടിൻ്റെ വശ്യ സൗന്ദര്യം കണ്ടോ. കരിമല വരെ എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ. 8 കിലോമീറ്റർ. അല്ല, പമ്പ വരെ 8 കിലോമീറ്റർ. അത് തന്നെ. കരിമല 4 കിലോമീറ്റർ. 4 ചോദിച്ചപ്പോഴും 4 കിലോമീറ്റർ ഉള്ളു. 4 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. പലരും പല ദൂരമാണ് പറയുന്നത്. കൃത്യമായിട്ടൊരു ദൂരം ആർക്കും അറിയത്തില്ല. അതെ, എങ്ങനെ നടക്കാനാ? ഫോറസ്റ്റുകാർ ചുമ്മാ നടക്കുന്നതല്ലേ, അവരോട്ട് കൊടുത്താൽ മതി കിലോമീറ്ററുകളൊക്കെ. ഫോറസ്റ്റുകാർ അതെ, എവിടെയാന്ന് അങ്ങനെ കണ്ടുപിടിക്കും. ആ അതെ. ഓ ശരണയ്യപ്പോ. ഓക്കെ, രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. പിന്നെ ആനെ കളിപ്പിക്കുന്നു. 5 പേര് 5 പേർക്കോടെ
പിന്നെ അവരൊന്നും ഇറങ്ങത്തില്ല, ഞാനേ ഉള്ളൂ. ഏതാ ഓടിയാ നമ്മള് കുഴയത്തേ ഉള്ളൂ. ആ അതെ, അവരാണെങ്കിൽ കിടന്നു കൊടുക്കുക. പിന്നെ പെരിയാർ ടൈഗർ റിസർവ് കേന്ദ്രമാണിത്, ടൈഗർ റിസർവാണിത്. ഇവിടെ എന്തായാലും കടുവയുണ്ട്, പക്ഷേ അങ്ങനെ കാണാൻ മാർഗമില്ല. കണ്ടാ പിന്നെ നമ്മള് വീഡിയോ ഇല്ല. അതെ, വരാതിരിക്കട്ടെ, യാത്ര സുഖകരമായിട്ട് അങ്ങോട്ട് നീങ്ങട്ടെ. അവിടെ വരെ എത്തുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്താൻ പറ്റട്ടെ. കൊടും കാടാട്ടോ, ഒന്നും പറയില്ല. ഫോറസ്റ്റുകാർ സ്ഥിരമായിട്ട് നടക്കുന്നതുകൊണ്ട്, അയ്യപ്പന്മാർ നടക്കുന്നതുകൊണ്ട് ഇതൊരു വഴിയായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ബാക്കിൽ ആരും ഇല്ല കേട്ടോ. അതെ, ഓരോ മരങ്ങളും ഇങ്ങനെ വഴിയിൽ മറിയും, അവിടെ കൊണ്ട് വെട്ടിയാൽ മാറ്റും. ഫോറസ്റ്റുകാരിൽ അതിനുള്ള എക്യുപ്മെൻ്റൊക്കെ ഉണ്ടാവും. മരം ഇവിടെ മുറിച്ച് മാറ്റിയേക്കും. ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണിക്കാട്ടോ. അപ്പോൾ ഇന്നലത്തെ പോലെ അവരങ്ങ് പൊക്കോളൂ. നമുക്ക് ഭയങ്കര സ്പീഡാണ് കേട്ടോ, അവർ ഭയങ്കര സ്പീഡിൽ നടന്നു പോകാൻ. എന്താണോ എന്തോ, അവർ നിൽക്കൂല, അവരങ്ങ് പൊക്കോളൂ. നമ്മളിങ്ങനെ പതിയെ പതിയെ അപ്പുറം വരെ ചെന്നാൽ മതിയല്ലോ, അതുകൊണ്ടാണ്. സ്വീറ്റ് സ്വാമികളാ, സ്വീറ്റ് സ്വാമികളാ. അതെ, ഒരു രീതിയാണ്. തമിഴ് അതെ, അതെ അതെ. ഇതാ കരിയില, ലീലാന്തോട് അവളായിട്ടില്ല. അപ്പോൾ അടുത്ത താവളം എത്തി കേട്ടോ. ഇങ്ങനെ താവളമുണ്ട്. ഇനി നമുക്ക് നേരെ കരിമല കേട്ടോ, അവിടെ ചെന്നിട്ട് കാണാം. രാവിലെ മല കയറാൻ തുടങ്ങി എത്ര മണിക്കൂറായി കാണാം? 1 മണിക്കൂറായോ? അപ്പം 1 മണിക്കൂറായില്ല, 3/4 മണിക്കൂറായി. 7:50 ആയല്ലോ, 7 മണിക്ക് കാണുന്നില്ലേ. വേർത്ത് കുളിച്ചു കേട്ടോ. കാണുന്നോന്ന് അറിയത്തില്ല, ശ്വാസം വിടുന്നല്ല മഞ്ഞല്ലേ. 1 കിലോമീറ്റർ നടന്നു നമ്മള്. 1 കിലോമീറ്റർ ആണ് മലകയറ്റം, കുത്തനെ മലകയറ്റം വെച്ചാൽ അത് വീഡിയോ എടുക്കാൻ പറ്റുന്ന രാവിലെ ഭയങ്കര മഞ്ഞ്, അവിടെ ഇറങ്ങി കിടക്കുക. ഒരു 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നടക്കാൻ കഴിഞ്ഞു. ഇനി ഇതേ കണക്ക് തന്നെ നടക്കണ്ടേ. 4 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ മല മാത്രമല്ല, 4 കിലോമീറ്റർ കയറ്റം, കുത്തനെ കയറ്റം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു ആ എനർജിയിലൊക്കെ നടക്കും കേട്ടോ. എന്തായാലും അവിടെ എത്തണമല്ലോ, അവിടെ എത്തിയാൽ പറ്റും. അവിടെ എത്താൻ വേണ്ടി നമ്മൾ നടന്നുകൊണ്ടിരിക്കാം. വിയർത്ത് ഒരിക്കൽ ഞാൻ അത് ഇന്നലെ നടന്ന് കാലും കൈയൊന്നും വയ്യ, മൊത്തത്തിൽ വയ്യ. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നടന്നപ്പോൾ എല്ലാം മാറും. മസിൽ വേദനയൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഇത് അൺസൈക്കബിൾ, ഇങ്ങനൊരു സമയം കിട്ടൂല. അതുകൊണ്ടാണ് ബോഡിയൊന്നും ചൂട് പോകുന്നുണ്ട്. വേവിക്കാനാണ് വെച്ചേക്കോ, ചൂട് പോകുന്നുണ്ടോ ദേഹത്തുനിന്ന്? ആവി ഇറങ്ങുന്നു, പുഴുങ്ങാൻ വെച്ചില്ല, പുഴുങ്ങി ഇറങ്ങി. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പം ഇവിടെ വരെ എത്തിയപ്പോൾ കോടയൊക്കെ അടിച്ച് കോടമഞ്ഞിലൊക്കെ കുളിച്ച് നിൽക്കുക കേട്ടോ. ഈ കോടയിലൂടെ കയറി വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര ക്ഷീണിക്കുന്നില്ലേ? അതെ, നമ്മുടെ ആലപ്പുഴ എന്നുള്ള പ്രവീൺ സ്വാമി ഉണ്ട്, സുനിൽ സ്വാമി. പ്രവീൺ ആരാ? വേറെ ഫ്രണ്ട്. അത് രാജേഷ് സ്വാമി.
അജയസ്വാമി സുനിൽസ്വാമി ആ നല്ലേ അപ്പോൾ ഞങ്ങൾ നാലുപേരുടെ ടീമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ ഇവർ നേരത്തെ നടന്നു പോകണ്ട മിക്കവാറും ഞാൻ കാരണം ലേറ്റാൻ സാധ്യത. ഞാൻ ഇരുന്നിരുന്നേ പോകത്തുള്ളൂ കേട്ടോ. കാരണം അധികം സ്ട്രെയിൻ നമുക്ക് ഹാർട്ടിനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഹാർട്ടിൽ ബീപ്പ് കൂടുമ്പോൾ അനുസരിച്ച് സ്ലോ ചെയ്ത് കൊടുക്കും. പരിചയമില്ലല്ലോ. അപ്പോൾ എല്ലാവരും പോകും. അപ്പോൾ നമ്മളും പയ്യെ ഇവിടെ ധരിക്കുന്നത് 10 മിനിറ്റ് ഇരുന്നിട്ട് വേണം ധരിക്കാൻ ഇടുന്നത്. അത് തന്നെ ഈ ഒരു സംഭവം അനുഭവിച്ചറിയേണ്ട തന്നെ അത് ആസ്വദിക്കും. അതുകൊണ്ട് അല്ലേ നാളെ ചുമ്മാ 2 ദിവസം ഇച്ചിരി പാടാണെങ്കിലും അതൊരു അനുഭവം. നാളെ ഓർക്കുമ്പോൾ നല്ലൊരു അനുഭവമായിരിക്കും. അതാണ് സംഭവം. എൻ്റെ കാലിലൊക്കെ അട്ട പിടിച്ചായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും കാലം അട്ട പിടിക്കുന്നുണ്ട്. അട്ട കയറി ചോര പിടിക്കും. ഈ മഴ അട്ടശല്യം മഴ ആയി കഴിഞ്ഞാൽ പിന്നെ അട്ടശല്യം. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ മലയിൽ. ഭയങ്കര മഴയായി. ഞങ്ങൾ വിചാരിച്ചു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവും. പേടിച്ചു ഞാൻ സ്വപ്നത്തിൽ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ. 5 മണിക്കൂർ ആണോ? 5 മണിക്കൂർ ക്യൂലോ? ആ ഇപ്പഴും ക്യൂലാണോ? അയ്യോ അപ്പൊ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. എന്നിട്ട് മണിക്ക് അതെ. ഓ ദേ ഒരാഴ്ചയായിട്ടും തലയിൽ കെട്ടിയ തുണി നോക്കേ, മഞ്ഞ് പിടിച്ചിരിക്കുന്നോക്കെ. ആ ഇവിടെ റസ്റ്റ് കഴിഞ്ഞ് സുനിൽസ്വാമിയുടെ അകത്ത് 2 അട്ട കയറിയിട്ടുണ്ട് കേട്ടോ. അതേണ്ട കണ്ടോ? ആ അടിച്ചോ അവനെ പറപ്പിക്കും. തട്ടിയാ കളഞ്ഞേ. എൻ്റെ കാലയിലുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ തന്നെ വരും. അത് പറയാനില്ല. കയറും തോറും ആ സാധനം നമ്മുടെ കാലിൽ കയറിക്കൊണ്ടേയിരിക്കും. അതായിട്ട് കാര്യമില്ല. അടുത്ത സ്പോട്ടിലെത്തി കേട്ടോ. ഇവിടെ മൊത്തം അട്ടപിടുത്തമാണ്. ആവി പറക്കുന്നു. അപ്പോൾ അതെ ഒരു കയറ്റം കയറി മേളിൽ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത കുത്തനെയുള്ള അടുത്തൊരു കയറ്റം വരാൻ പോകട്ടോ. ഇങ്ങനെ 4 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാനുണ്ട്. എന്തായാലും കുറച്ച് പേടിക്കുന്ന കാടുകളൊക്കെ കഴിഞ്ഞു. ഇനിയും ചിലപ്പോൾ അതിവന്യമായ കാടായിരിക്കും. ഇത് കഠിനമായ കാടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും കയറി നോക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ കേട്ടോ. നിന്നേ കയറാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, ഒരാൾക്ക് മാത്രമല്ല കേട്ടോ. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ആ സംഭവം. ഓക്കെ തന്നെയുള്ള മല കയറി വരുമോ? അപ്പോൾ അടുത്ത കരിമലത്താവളം തുടക്കമായി കേട്ടോ. ഇനി ഇവിടെ നല്ലൊരു കാറ്റിന് കയറാനുണ്ട്. അത് വേറെ. കയറാനുണ്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കയറാൻ തന്നെ സമയം കളയണ്ട. പതിയെ കയറാം. കുറച്ചേരൊക്കെ വിളിക്കപ്പെടും. കുറേ ദൂരം നടന്നു കേട്ടോ. ഒരു 3 കിലോമീറ്ററിനടുത്ത് നടന്നു വന്നു കാട്ടിക്കൂടെ. അതികഠിനമായ കയറ്റമായിരുന്നു. അതുകൊണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണും കൂടെ എടുത്ത് കൈ പിടിച്ചാൽ ശ്വാസം മുട്ടുന്നു. അപ്പോൾ അങ്ങനെയാണ്ട് ഇപ്പോൾ ഇനി ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറിയപ്പോൾ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പം അവർ മുന്നേ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ പതിയെ കാഴ്ചകളൊക്കെ കണ്ട് കാലിന് വലിയ ക്ഷതമൊന്നും കേൾക്കാത്ത രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് ഇതുപോലൊരു നിരപ്പുള്ള സ്ഥലം വരും. അത് കഴിഞ്ഞാൽ വീണ്ടും കുത്തനെ ഒരു കയറ്റം കയറും. അതാണ് 1 കിലോമീറ്റർ കയറണം മുകളിലേക്ക്. അതിച്ചിരി കഷ്ടപ്പാട് തന്നെയാണ്. അങ്ങനെ കയറി എത്തുന്നത് നമ്മൾ കരിമല എന്ന് പറഞ്ഞ മലയുടെ ഉച്ചി ഭാഗത്ത്, അതായത് ഏറ്റവും ടോപ്പിലാണ്. കരിമല ടോപ്പിലാണ്. നമ്മൾ നേരത്തെ എത്തിയത് കരിമല ബോട്ടമാണ് കേട്ടോ. അവിടെ നിന്നാണ് കരിമല തുടക്കം. ഇനിയിപ്പോൾ ഉള്ളത് കരിമല ഉച്ചിയിലാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കയറ്റം കയറുക.
അപ്പം അത് കയറി മേളിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി റെസ്റ്റൊക്കെ ഉണ്ടാവും. കാരണം 1 കിലോമീറ്റർ കുത്തനെ മല കയറുക എന്ന് വെച്ചാൽ സാധാരണ പറ്റത്തില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ട് നടക്കുകയാണ്, ക്ഷീണം. പിന്നെ നമുക്ക് പരിചയമില്ല. ഇതുണ്ട്, അതിനിടയ്ക്ക് വലിയ വലിയ മരങ്ങളുണ്ട്. അപ്പം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. രസകരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. കരിമല ചെന്നിട്ട് ഇവിടെയൊക്കെ നമ്മൾ കാണാത്ത കുറേയധികം സംഭവങ്ങൾ. അതായത് കൂണ് കണ്ടോ, കൂണ് കാട്, 2 സൈഡും കാട് തന്നെയാണ്. ആനയൊക്കെ വരുന്ന കാട് തന്നെ. അല്ല, അവരെ കൂടെ പിടിക്കട്ടെ, അല്ല ഞാൻ ലേറ്റായി പോകും. അപ്പോൾ നമുക്ക് കാണുന്നുണ്ടോ, മല മുകളിലോട്ട് കയറാൻ തുടങ്ങുക വീണ്ടും. അപ്പോൾ ആ മല മുകളിലൂടെ നമുക്ക് കയറി പോകണ്ട. ഇനി ജസ്റ്റ് കാണിച്ചു തരാം. അതുകൊണ്ട് ആ മല മുകളിലോട്ട് കയറി തുടക്കം കുറിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് മരങ്ങളൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് രാത്രി ആൾക്കാരെ കിടത്തി നിർത്തില്ല. സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ 4 മണിക്ക് തുറക്കും ചെക്ക് പോസ്റ്റ്. 4 മണിക്ക് നടക്കാൻ തുടങ്ങും ആൾക്കാർ. അപ്പോൾ എന്തായാലും നടക്കാം കേട്ടോ. ആ കാണുന്ന കയറ്റം കയറി ഇവിടെ വന്നിട്ടാ. ഓരോ കയറ്റവും ഒരു അച്ചീവ്മെൻറ്റാ. ഇനി നമ്മളിതാ കയറാൻ പോണേ. അവിടെ കയറി പോകണ്ടോ? തൊട്ട് മുകളിലെത്തി. ഇവിടം വരെയാണ് നമുക്ക് എത്തേണ്ടിയിരുന്നത്. അവിടെ അതെ, ആ മലയുടെ ഉച്ചയ്ക്കെത്തി, ഏറ്റവും ടോപ്പിൽ. ഇനി ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും പോകുള്ളൂ. ഏപ്പന്മാർ കയറി വരുന്നു. മുകളിലെത്തി. റേഞ്ച് ഞാൻ നോക്കിയില്ല. ഇവിടെ ഉണ്ടാവും, ഫോറസ്റ്റ് ഓഫീസുള്ളതല്ലേ. അപ്പം ഇവിടെ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. ടാർപ്പൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട് ഇനി മല ഇറങ്ങുന്നുള്ളൂ. കാരണം അതിനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്വാമിയാരെല്ലാം ഇവിടെ ഭക്ഷണം കഴിക്കുകയും ഇവിടെ അടിക്കാത്ത ഡ്രിങ്കിങ് വാട്ടർ, വെള്ളമുണ്ട്, കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇരുന്നാ അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന സ്വാമിയാരിതേ ഇവിടെ ഇരുന്ന്. അയ്യോ, നമ്മുടെ രാവിലെ ഉള്ള ഒരു ഉദ്യമം വിജയിച്ചിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് പ്രതീക്ഷയില്ല. അതെ, വലിച്ചടിച്ചോണ്ടിരുന്ന ഒരാളുണ്ടായിട്ട് ഇവിടെ എത്തി കറക്റ്റായിട്ട്. പക്ഷേ ഞങ്ങൾ നിന്ന് നൂപ്പാട് വന്നു അതിനെ. ഇനി ഇവിടെ കഞ്ഞിയെ കുടിച്ച് വയ്യപ്പോ കഞ്ഞിയെ കൊണ്ട് കേട്ടോ. കാണിക്കവഞ്ചി ഫോറസ്റ്റ് ഓഫീസ്, കരിമല താവളം ഫോറസ്റ്റ് ഓഫീസ്. ഇനി 5 കിലോമീറ്റർ പമ്പ. ഓക്കെ, നമ്മൾ ഇന്നലെ പുതുശ്ശേരി എന്ന് പറയുന്നൊരു താവളത്തിലായിരുന്നു കേട്ടോ. ഞാനും രാജേട്ടനും സുല്ലേട്ടനും നമ്മുടെ പ്രവീൺ സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഉറങ്ങി. കാരണം ഇന്നലെ 4 മണിയായപ്പോൾ ഇവിടെ അടച്ചുപോയി പുതുശ്ശേരിയിൽ. ചെക്ക് പോസ്റ്റ് അടച്ചായിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏറ്റവും വലിയ മലയുള്ളത്, ഈ യാത്രയിലെ അവസാനത്തെ ഏറ്റവും വലിയ മല കരിമലയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയുള്ള സമയം കാര്യങ്ങളെന്ന് പറയാമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവിച്ചാൽ 2 മണിക്കൂർ എടുത്ത്. കറക്റ്റ് ഞങ്ങൾ 7:15 ഇറങ്ങി 9:19 ആയപ്പം ഇവിടെ കരിമല എത്തി. അപ്പോൾ 2 മണിക്കൂർ എടുക്കും. ഞങ്ങൾ നിന്നോന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ടുന്ന റെസ്റ്റ് എല്ലാം എടുത്തല്ലേ? അത് ഈ റെസ്റ്റ് തന്നെ എല്ലാവരും എടുക്കുന്നത്. കറക്റ്റ് 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂർ ഇവിടെ വരാൻ വേണ്ടി എടുത്ത്. അപ്പോൾ ഈ ഒരു കരിമല വരത്തെ എടുത്ത സമയം ഇത്രയുണ്ടോ. പിന്നെ അഴുതേന്ന് നമ്മൾ എടുത്ത സമയം എത്രയാണെന്ന് വെച്ചാൽ, അഴുതേന്ന് പുതുശ്ശേരി വരത്തെ എത്ര എടുത്ത് 4 മണിക്കൂർ, 4.5 മണിക്കൂർ എടുത്ത്. 4.5 മണിക്കൂർ എടുത്ത് അവിടെ നിന്ന് അഴുതേന്ന് പുതുശ്ശേരി. അപ്പം എനിക്ക് വേറെ കാര്യം പറയാനുണ്ടല്ലോ. ഈ
മല കയറി വരാനായിട്ട് ഇങ്ങനെ വരാം. കരിമല വഴി വരാൻ താല്പര്യമുള്ളവർ എങ്ങനെ വരേണ്ടതെന്ന് വെച്ചാൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമാണ്. ഒരു പരിധി വരെയൊക്കെ പിടിച്ച് എങ്ങനെയും വരാൻ പറ്റുന്നവരാണെങ്കിൽ എൻ്റെ കണക്ക് വരാം കേട്ടോ. ഞാൻ ഫുള്ള് മനസ്സുണ്ടെങ്കിൽ. മനസ്സ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മുക്കുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ വരെ വണ്ടിക്ക് വന്നിട്ടല്ലേ, അവിടെ വരെ വണ്ടിക്ക് വന്നിട്ട് ഈ കരിമലയ്ക്ക് കയറി വരാം. അങ്ങനെ വരാം. അപ്പം വലിയ പ്രയാസമില്ല. ഈ അഴുത എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ കഠിനമായ മലയെന്ന് വെച്ചാൽ കഠിനമായ മലയാണ്. ഒരു 4 സ്റ്റെപ്പ് വെക്കുമ്പോഴേ നമ്മൾ ക്ഷീണിക്കുക. അത്ര ആരോഗ്യമുള്ളവരായാലും ക്ഷീണിക്കും അല്ലേ പ്രവീൺ? ഇരുന്നിരുന്നേ വരാൻ പറ്റുള്ളൂ. മനസ്സുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇരുന്നിരുന്ന് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ പറയാനുള്ളത്. ഇനിയിപ്പോൾ കഞ്ഞി പിടിച്ചിട്ട് ബാക്കി പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ വരുന്ന വഴിക്ക് വരാം അല്ലേ? ഓക്കെ. അതെ, ക്ഷീണം ഒന്ന് മാറ്റട്ടെ, ഒന്ന് ശ്വാസം വിടട്ടെ. വന്നപ്പോഴേ നിങ്ങൾ പറയാനുള്ള കാര്യം ആദ്യം ഓർത്തൊക്കെ അങ്ങ് പറഞ്ഞാൽ പിന്നെ അല്ലേ മറന്നു. പല വീഡിയോയിലും പറയാമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പറയാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് പറയാം. കരിമല എത്തിയിട്ട് നമ്മൾ ഇവിടെ കഞ്ഞിയുണ്ട് കേട്ടോ, അന്നദാനമുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാം. ഞാനും പ്രവീൺ സ്വാമി അതിവിടെ കഴിച്ചിട്ട് നമുക്ക് ആവശ്യം നല്ല കഞ്ഞിയും അച്ചാറും ഒരില കൊണ്ടൊരു തവിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നമുക്കിത് കഴിക്കാം. നല്ല പൊടിയരി കഞ്ഞില്ലേ, പൊടിയരി അല്ല, ചെറിയ അരി. അപ്പോൾ അവിടെ പോയി കഴിക്കാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര ഇരിക്കുകയാണ് കേട്ടോ. കരിമലയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി കുത്തനെ ഇറക്കാം. കുത്തനെന്ന് വെച്ചാൽ കുത്തനെയുള്ള ഇറക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടേ, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ട അജിസ്വാമിയും അഭിലാഷ് സ്വാമിനെയും നമ്മൾ അവരിവിടെ വെച്ചുണ്ട്. അവർ നടന്നു പോരുന്നു, അവർ ജെറ്റിട്ട് കണക്ക് നടന്നു പോരുന്നു. അവർ സ്ഥിരമായിട്ട് നടന്നു വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ നടന്നു വന്നവരാ കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് നടന്നു വരുന്നവരാണ് അവരെല്ലാ വർഷം. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. നമ്മൾ തുടക്കമായതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റി, വളരെ നീറ്റായിട്ട് ഇവിടെ വരെ എത്താൻ പറ്റി. നമ്മളിനി എല്ലാ കൊല്ലവും ഇങ്ങനെ നടന്നു വരാനുള്ള അതെ പ്ലാനിട്ടുകൊണ്ടിരിക്കും. അയ്യപ്പൻ പോയ വഴി നമ്മൾ പോകും. അതെ, കാനന പാതയിൽ ഈ കുത്തനെയുള്ള ഇറക്കമാണ്. ഈ വഴിയാണ് അയ്യപ്പൻ സഞ്ചരിച്ച് മല പോയിരുന്നത്. അതെ, മലക്ക് ഇട്ട് പോയിരിക്കണമെങ്കിൽ അതെ, അപ്പം ആ വഴി തന്നെ നമ്മൾ പോകണ്ടേ. അതെ, വെറുതെ പമ്പയപ്പോൾ വല്ല ഉണ്ടാക്കിയ വഴി പോയിട്ട് കാര്യമില്ല. അയ്യപ്പൻ ഉണ്ടാക്കിയ വഴി കണ്ട പോകണ്ടേ. അതെ. അപ്പോൾ നമുക്ക് നടക്കാം. നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. ഭയങ്കരമായ ക്ഷീണവും ശ്വാസം മുട്ടലും വരുമ്പോൾ മടി ചേട്ടാ. ഒരു താഴെ മലയിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരുന്ന ആ കുത്തനെയുള്ള ഇറക്കത്തിൽ നിന്ന് അവർ ചുമന്നുകൊണ്ട് മേളിൽ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങൾ ഇവിടെ എങ്ങനെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു പൊറോട്ടയ്ക്ക് 25 രൂപ, ഒരു ദോശയ്ക്ക് 25 രൂപ. നമ്മുടെ സാധാ നാട്ടിൽ കിട്ടുന്ന 5 രൂപയുടെ അല്ല 7 രൂപയുടെ പൊറോട്ട, 7 രൂപയുടെ ദോശ അല്ല. ആ മാവ് കൊണ്ടുവരുന്നതിന് ഒരു ചാക്ക് മാവ് താഴത്തൂടെ കൊണ്ടുവരുന്നതിന് 50 കിലോയുടെ ചാക്ക് കൊണ്ടുവരുന്നതിന് 1200 രൂപയാണ് കൂലി. അപ്പോൾ അത്ര വിലയ്ക്ക് അവർ കൊടുക്കണ്ടേ. ഗ്യാസ് കുറ്റി 35 രൂപ ഗ്യാസ് കുറ്റി കൊണ്ടുവരുന്നതിന് 900 രൂപയാണ് ലോഡിങ് ചാർജ്. പിന്നെ ഈ കാണുന്ന കെട്ടിടങ്ങൾ, ഈ സാധനങ്ങളെല്ലാം ഒരു താഴെ മലയിൽ നിന്ന് കുത്തനെയുള്ള ഇറക്കത്തിൽ നിന്ന് ഈ പറയുന്ന 10-15 കിലോമീറ്റർ നടന്ന ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ഒരു തുരുമ്പ് പോലും അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ആ ക്യാഷ് അങ്ങനെ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ ഇറക്കം തുടങ്ങി. അപ്പോൾ നമ്മുടെ ഇറക്കം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ഇറക്കത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തെറ്റിയും കിടപ്പുണ്ട്. അവിടെ സൂക്ഷിച്ചേ പോകാൻ പറ്റുള്ളൂ. അതെ, സൂക്ഷിച്ച് പോയില്ലെങ്കിലേ പാടാ. ഇതിൽ ഇറക്കമാണല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ട്. കുത്തനെ കയറണ്ടല്ലോ. ഇതും പാടാണ്. ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. കാരണം കാലിങ്ങനെ ബലം പിടിച്ച് വേണം ഇറങ്ങുക, അല്ലെ തെന്നി വീഴും, കല്ലേ തട്ടും. അപ്പോൾ നമ്മുടെ കൂടെ വന്ന 2 സ്വാമിമാർ നേരത്തെ മുന്നിലേ പോയി കേട്ടോ. കഞ്ഞി കുടിച്ചതിൻ്റെ പവറാണ്. അതെ, നമുക്ക് എന്തായാലും വീടിന് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കാണാം കേട്ടോ. അത്തരമുള്ള ഇറക്കം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വിറകൊക്കെ കൊണ്ടുവരുന്നുണ്ടോ തീയരിക്കാനുള്ള. അവിടെ ഹോട്ടൽ പോലെയൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിറകാണ് ഈ ചേട്ടൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പം ഈ കാട്ടിൽ ഇത്രയും വിറകുണ്ടായിട്ട് ഇവരെന്തിനാ വിറക് കൊണ്ടുവന്നിട്ട് ചിന്തിക്കായിരിക്കും. ഫോറസ്റ്റുകാർ ഒരു ചെറിയ കരിയില പോലും എടുക്കാൻ അവരെ സമ്മതിക്കത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും എടുത്ത കേസാണ് എന്നാണ് അവർ പറയുന്നത്. നമ്മളെന്തായാലും പമ്പയിലേക്ക് എത്താൻ പോവാം. പിന്നെ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ നടക്കാനുണ്ട് മുകളിലേക്ക്. അത് പിന്നെ
ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മളെ തള്ളിയാലും കൊണ്ടുപോയിക്കോളും പുറേ ഇല്ലേ ചേട്ടാ. പമ്പയിൽ നമ്മൾ പിന്നെ അവർ അവിടെ തിരക്കൊണ്ടായിട്ട് ആരെങ്കിലും തള്ളിയാലും നമ്മളെ മേളിൽ കൊണ്ടുപോകും. എടുത്തോണ്ട് നോക്കോളൂ. അവർ നടക്കേണ്ട കാര്യമില്ല. ഇവിടെയാണ് പാട്. ആനയട്ട വിറക് കൊണ്ടുവരുന്നുണ്ടോ? താഴേന്ന് കൊണ്ടുവരുക. ഇവിടുന്ന് ഒരു തുള്ളി പോലും എടുക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞേ. ആ വിറകൊന്നും എല്ലാം മേടിക്കുന്നത്. ഫോറസ്റ്റുകാരുണ്ട്. നശിച്ചു പോവല്ലേ പിന്നെ. ആ കേസാ. ആനപ്പിണ്ട കിടക്കുക. പച്ച ആനപ്പിണ്ട. ക്യാമറ ഉണ്ട് ഇവിടെ. എല്ലാം ക്യാമറ ഉണ്ട്. ഈ കാട്ടിലെല്ലാം ക്യാമറ ഉണ്ട്. ആ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? കിലോമീറ്റർ താണ്ടി നടന്നാണ് ഇവർ ഈ സാധനം ചുമന്നുകൊണ്ട് വരുന്നത്. നേരെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചുമന്നുകൊണ്ട് വരുന്ന അവർ സമ്മതിക്കണം. അയ്യോ, അവർ കാട്ടിൽ കൂടെ ചാടിപ്പടിഞ്ഞ് വരും. ആനയൊക്കെ വന്നു ചെയ്യാം. കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ട്രക്കിങ്ങിൻ്റെ വളരെ മനോഹരമായൊരു സംഭവമാണ് കേട്ടോ. ട്രക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. ആഗ്രഹത്തോടെ വരുന്നത്. തെറ്റി കിടക്കുക. ഈ സൂക്ഷിച്ച് പോകണം. ക്യാമറ ആയിട്ട് വെച്ചാൽ ഞാൻ തറയിൽ പോകാൻ താഴെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് നോക്കണം. അത് ഇറക്കം ഇങ്ങനെ കുത്തനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ ആജിസ്വാമിയും അഭിലാഷ് സ്വാമിയും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ കടകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സ്വാമി? ആ ഇവിടെ ഉണ്ട്. വാ. ആ ഉണ്ട്. ആയുഷ് സ്വാമി കേട്ടോ. ഞങ്ങളിവിടെ കുഞ്ഞുസ്വാമിയാണ്. ഹായ്. ആ കടസ്വാമി. അതെ. അയ്യോ കാര്യം. അപ്പോൾ ഈ കുത്തനെയുള്ള ഇറക്കം നമ്മൾ ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ മറിഞ്ഞ് വീണാൽ അങ്ങ് താഴെ എത്തും. ഓരോ ഫോറസ്റ്റ് ഓഫീസിനും ഓരോ റേറ്റാണ്. ഫോറസ്റ്റ് ഓഫീസേഴ്സാണ് ഇതിൻ്റെ വില ഇടുന്നത്. ഭക്ഷണത്തിൻ്റെ ഒക്കെ വില ഇടുന്നത്. കളക്ടറും കൂടെ ചേർന്ന് അവർക്ക് എത്ര ചിലവ് വരുന്നു നോക്കിയിട്ടേ ഭക്ഷണത്തിൻ്റെ റേറ്റൊക്കെ ഇടുന്നത് ഫോറസ്റ്റ് ഓഫീസേഴ്സ്. ഭയങ്കര പാടാണ് ഇറങ്ങാൻ കേട്ടോ. ഒരു അച്ഛനും മോനും ഉണ്ട്. അവനെ ഇറക്കുന്ന ചുമതല നമ്മുടെയാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക. രാജേഷ് സ്വാമി സുനിൽ സ്വാമിയുടെ ഏറ്റെടുത്തിരിക്കുക. ആയുഷിൻ്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. അയ്യപ്പ ആണ്ടോ. അയ്യോ സ്റ്റെപ്പ് വന്നു. ഓ എന്തായാലും നന്നായി. ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടായല്ലേ. മറ്റേതല്ലേ. അതെ അതെ ഇറങ്ങി വരുന്ന ആൾക്കാർ കാലിലെ മസിൽ പിടിക്കും. സമയം ഉണ്ടാണ്ട് ഇവരൊക്കെ ഫാസ്റ്റ് ജെറ്റ് ടീംസ് ആയി കേട്ടോ. ഞങ്ങളിങ്ങനെ പിടിച്ചു നിർത്തിയേക്ക് സ്വാമിയാരെ. എല്ലാം ഇട്ടിട്ട് മക്കളെ ഞങ്ങളെ. ഇത് വെള്ളം കൂടി വരുന്ന പറഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ ഒരാഗ്രഹമായിരുന്നു ഇതുവഴി വരണമെന്ന്. എന്നാലും ഇവിടം വരെ സാധിച്ചു തന്നു. അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരാം. തീരുമാനിച്ചു. ഇനി ഇതുവഴിയേ ഉള്ളൂ. അതിനെന്താ
പ്രത്യേക അനുഭവം അത്. പിന്നെ കഠിന വ്രതം എടുക്കണം, എന്നാലേ ഇത് സുഖമാവുള്ളൂ. അത് ഇവർ 4 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് വന്നു. ഞങ്ങൾ 2.5 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് വന്നു. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അവർ വർഷങ്ങളോളം ഈ പാതയിലൂടെ പോകുന്ന കാരണം അവർക്ക് എക്സ്പീരിയൻസ്ഡാണ് ഈ വഴി. ഞാൻ മാല ഇടുന്നത് ഒന്നും കൂട്ടത് മാല ഇടുന്നത് സാധനങ്ങൾ കൊണ്ടുവരുന്നൊക്കെ അത് കണ്ടായിരുന്നു. അതെടുത്ത് പല വെറൈറ്റിയുള്ള കൂണുകളാണ് കേട്ടോ. ഇത് കാട്ടിൽ ഓരോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം കാട്ടിലൊരു സാധനങ്ങൾ ഇതുവരെ കാണിച്ചില്ല. ഇത് വേറെ ടൈപ്പ് കൂണ്, കണ്ടാൽ പൂവാണെന്ന് തോന്നുന്നു. ആൾക്കാരെ എല്ലാം ഓരോ ടൈപ്പ് കൂണുകളുണ്ട്. നമ്മൾ വലിയാനോട്ടം എന്ന് പറഞ്ഞ താവളെത്തി കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഒരു പ്രതീക്ഷ നിരപ്പായൊരു സ്ഥലം എത്തിയിട്ടുണ്ടെന്ന്. കുറച്ച് നേരം നിരപ്പുള്ള സ്ഥലത്ത് നിൽക്കാമല്ലോ. കുത്തനെയുള്ള ഇറക്കങ്ങൾ കേട്ടോ. എങ്ങനെ മറിഞ്ഞു വീഴുന്ന ഒരു രക്ഷയില്ല. ഓ, ഇവിടെ എത്തി. വലിയാനവട്ടം താവളം. ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പോവാം. അതിനാണ് താവളം എന്ന് പറയുന്നത്. നമുക്ക് കാട് തന്നെ വ്യത്യാസമൊന്നുമില്ല. ഓരോ പോയിന്റിലും ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടാവും. അവിടെ ആയിരിക്കും ഓരോ താവളം, മെയിൻ താവളം വരുന്നത്. അതാണ് പ്രത്യേകത. അതെ, അവരിവിടെ വന്ന് എന്നെ തിരക്കി നിൽക്കട്ടോ. അപ്പം അങ്ങനെ നമ്മള് ഹരിയാനോട്ടോ താഴെ എത്തി. ഇനി നേരെ നടന്ന് പമ്പ നദിയാണ് കേട്ടോ. നമ്മളപ്പം മല ഫുള്ള് ഇറങ്ങി. ഇനി നിരപ്പായ പ്രദേശമാണ്. ഇനി ചെറിയ 2 കയറ്റം കൂടി ഉണ്ട്. ചെറുതാണ്, എന്നാലും നമുക്ക് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. ഇത് കാണുന്ന പമ്പ കേട്ടോ. നമ്മൾ ഏകദേശം പമ്പ എത്താറായി. ഇന്നലെ തുടങ്ങിയ യാത്രയാണ്. ഇന്നലെ രാവിലെ 6 മണിക്ക് ഇവിടം വരെ എത്തി. കഠിനമായ യാത്ര. ആശ്വാസം എന്താണെന്ന് വെച്ചാൽ കുത്തനെയുള്ള മലയൊന്നും കയറണ്ട. കുത്തനെയുള്ള ഇറക്കങ്ങളും കഴിഞ്ഞു. നിരപ്പായ സ്ഥലങ്ങളിലൂടെ ഇപ്പോൾ പോകുന്നത്. കാരണം പമ്പ കണ്ട സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ പക്കത്തോടെ ഇറങ്ങി അങ്ങ് പോയാലും പമ്പയിലെത്തും അല്ലേ? സുഖയാത്ര. തിരിച്ച് വെള്ളം അങ്ങോട്ടായിരുന്നു ഒഴുക്കെങ്കിൽ ഇറങ്ങി കിടന്നു കൊടുക്കായിരുന്നു. പമ്പ ആഴമില്ലല്ലേ? ആഴമില്ലല്ലോ പമ്പയ്ക്ക്. ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ആ അതെ. അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കാര്യം പറഞ്ഞ് രസിച്ച് കളിച്ചൊക്കെ പോവാം. അപ്പോൾ അങ്ങനെ നടന്ന് ഇവിടെ അടുത്തെടുത്തി. ഇനി കുറച്ച് നേരമുള്ള പമ്പയിലോട്ട് കേട്ടോ. നാരങ്ങ കുടിക്കാനായിട്ട് നിർത്തിയാണ്. എല്ലാവരും ഉണ്ട്. ഇനി കുറച്ച് നടക്കാനുണ്ട്. ഇനി പമ്പയിൽ ചെന്ന് കുളിച്ചിട്ട് വേണം പിന്നെ ഒരു 4 കിലോമീറ്റർ നടക്കാനുണ്ട് മുകളിലോട്ട്, നീലിമല വഴി. അട്ടയടിച്ച് അയ്യോ ചോര ഇരിക്കുന്നതൊക്കെ അട്ടയടിച്ചു. പൊട്ടിപ്പോയി. അതെ, അട്ട പിടിച്ച് കാലയില്. അങ്ങനെ ഞങ്ങൾ അവസാനം ആ ലക്ഷ്യത്തിലെത്തി, പമ്പയിലെത്തി. അതായത് നമ്മുടെ കാട്ടിലൂടെയുള്ള ആ വലിയൊരു യാത്ര ഇവിടെ അവസാനിക്കുക. ഇനി ഇവിടുന്ന് അടുത്ത ഉണ്ട് 4 കിലോമീറ്റർ മുകളിലേക്ക് പോകാനുണ്ട്. അത് പിന്നെ സാധാരണ ശബരിമല വരുമ്പോൾ എല്ലാവർക്കും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മളിത് പമ്പയിലെത്തി. ഇന്നലെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര കേട്ടോ. അപ്പം
ബാക്കി വിശേഷം പമ്പയിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഞങ്ങളോട് അജനും അഭിലാഷ് സ്വാമിയും പ്രവീൺ സ്വാമിയും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇനി കുളിച്ചിട്ട് നേരെ പമ്പയിലേക്ക് കയറാൻ പോവാം. അപ്പോൾ ഇന്നലെ രാവിലെ തുടങ്ങിയ യാത്രയുണ്ടോ. ഇവിടെ കയറാൻ പറ്റി എന്നുള്ളത് വളരെ അതിശയകരമായൊരു കാര്യമായിട്ട് തോന്നുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയെ പറയാം. നേരെ ഇവിടുന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇനി നേരെ പമ്പയിലേക്ക് കയറി. സന്നിധാനത്തിലേക്ക് പോവാം. സന്നിധാനത്തേക്ക് ഒരു 4-4.5 കിലോമീറ്റർ ഉണ്ട്. അത് പിന്നെ അറിയത്തില്ല, നമ്മൾ തെള്ളിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ പോകും. അത് ഞങ്ങൾക്ക് തിരക്കാണ് ഇപ്പം, നല്ല ക്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് ഇപ്പം കയറണോ പിന്നെ കയറണോ എന്ന് ആലോചിക്കുന്നത്. ഇല്ലണോ തിരക്ക് ഭയങ്കരമായിട്ട് എപ്പോൾ കയറണം എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കയറാം. തൽക്കാലം നാളേക്കിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ചു, ചോറൊക്കെ കഴിച്ചു. ചോറും സാമ്പാറൊക്കെ കൂട്ടി നല്ല രീതിയിൽ കഴിച്ചു കേട്ടോ. കുറേ നേരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയല്ലേ, 7 മണിയാകുമ്പോൾ നടക്കാൻ തുടങ്ങി. ശേഷം 12 മണിയാകുമ്പോൾ നമ്മൾ പമ്പയിലെത്തി കേട്ടോ. അപ്പോൾ വളരെ ദുർഘടം പിടിച്ച വഴികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ആഗ്രഹ സഫലീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാട്ടിലൂടെ പരമ്പരാഗത രീതിയിൽ പമ്പയിലെത്തുക എന്ന് വെച്ചാൽ, അപ്പോൾ അതൊരു വലിയൊരു കഠിനമായൊരു പ്രയത്നം തന്നെയാണ് കേട്ടോ. അതങ്ങനെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മാളികപ്പുറം സിനിമയിൽ ക്ലൈമാക്സിൽ ഉണ്ണിവാന്തം വരുന്നൊരു സീനില്ലേ, അപ്പോൾ ആ പാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിനി നമ്മുടെ കൂടെ സ്വാമിയാരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മളിനി പോകാൻ പോകുന്നത് ഈ സൈഡിൽ അങ്ങോട്ടേക്ക് കേട്ടോ. അവിടെ പോയിട്ട് എവിടെയെങ്കിലും പോയി കുളിച്ചിട്ട് ഇനി അടുത്ത മല കയറാൻ പോകാം. അകത്ത് ഏകദേശം ഒരു 4.5 മണിക്കൂർ ഉണ്ടാവും. സാധാരണ ഇതിൽ 2-2.5 മണിക്കൂറാണ്. അപ്പോൾ ഇപ്പം തിരക്കാണ് മൊത്തത്തിൽ. ഭയങ്കരമായ ക്യൂ ആണെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അതും ഒരു 5 മണിക്കൂർ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ 5 മണിക്കൂറോളം ഡിലേ വരുന്നുണ്ട് ക്യൂ മലയിലേക്ക് കയറാൻ വേണ്ടി. നമ്മൾ ബാക്കിൽ കയറുന്ന മല കാണുന്നുണ്ടോ. അവിടെയാണ് ഗണപതി ക്ഷേത്രം വരുന്നത്. അവിടെ നിന്ന് അങ്ങനെ കയറി ഇനി അടുത്ത മലയിലോട്ട് നീലിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുളിച്ചിട്ട് വരും. അത് പമ്പയിൽ ഇറങ്ങാൻ പോട്ടെ. ഫുൾ തിരക്കാണ് പമ്പയിൽ. അപ്പോൾ ഞങ്ങൾ കുളിക്കാനായിട്ട് പോകാം. സ്വാമിയാരെല്ലാം മുന്നേ പോയി ഞാൻ സ്പീഡിൽ നടക്കട്ടെ. ഓക്കെ.